ആ കുടിലിന്റെ ഉള്ളിലെ വിശാലമായ ഒരു മുറിയിൽ ഇരുന്നു. മറ്റുള്ളവരും ഒപ്പമുണ്ടായിരുന്നു. ചിണ്ടൻ വന്ന് അവരോടൊപ്പം ഇരുന്നിട്ട് സഞ്ജീവേട്ട എന്ന് വിളിച്ചു. സഞ്ജീവ്: എന്താ? ചിണ്ടൻ: മാപ്പ്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. സഞ്ജീവ്: ഹേയ്, അതൊന്നും സാരമില്ല, അവനത് ആവശ്യമായിരുന്നു. ചിണ്ടൻ: അതല്ല ചേട്ടാ, കാലങ്ങളായി ഈ മലയുടെ മുകളിൽ കൂടി, അതും അമാവാസി നാളുകളിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. അതിനെ ഇന്ന് തീർത്തും അവഹേളിച്ച രീതിയിൽ പെരുമാറിയാൽ മരണമായിരിക്കും ഫലം. എന്നിട്ട് എല്ലാവരെയും നോക്കി ചിണ്ടൻ പറഞ്ഞു: ആരും പുച്ഛിക്കണ്ട, ഒരുപാടുണ്ട് അങ്ങനെ മരിച്ചവരുടെ കണക്കുകൾ. ഇന്നും ഈ കാട്ടിലെ സർവ്വ ആളുകൾക്കും പേടി അതിനെ തന്നെയാണ്. സണ്ണി: ചിണ്ട, സോറി, ഞാനത് വെറും കളിപ്പിക്കലാണെന്ന് കരുതി, അതാ. പെട്ടെന്ന് പുറത്ത് കുടിലിന്റെ വാതിലിൽ ആരോ ശക്തിയായി തട്ടുന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ച നിമിഷങ്ങൾ. ആരായിരിക്കും അത്? തങ്ങൾ പരിഹാസപാത്രമായി കണ്ട ആ പക്ഷി മുഖമുള്ള ജീവിയാണോ, അതോ വേറെ എന്തെങ്കിലുമാണോ? എങ്ങനെയാണ് തിരിച്ചറിയുക? ഇരുട്ട് നിറഞ്ഞ ഈ കാടിന്റെ ഉള്ളിലാകുമോ ഞങ്ങളുടെ അന്ത്യം എന്നുവരെ ചിന്തിച്ചു പോകുന്ന വല്ലാത്ത ഒരു തരം മാനസികാവസ്ഥ. വരുന്നതെന്തായാലും നേരിടാൻ എല്ലാവരും തീരുമാനിച്ചു. അവരെല്ലാം ഒരുമിച്ചുകൊണ്ട് നേരെ ആ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. അടുത്തടുത്ത് ചെല്ലുന്തോറും മുട്ടിന്റെ ശക്തി കൂടിക്കൂടി വന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ സധൈര്യം ചിണ്ടൻ ആ വാതിൽ തുറന്നു. വാതിൽ തുറന്ന ചിണ്ടൻ അമ്പരന്നു. കാരണം മുന്നിൽ നിൽക്കുന്നത് തന്റെ സുഹൃത്തായ കുഞ്ഞനാണ്. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിയർത്തു കുളിച്ചാണ് നിൽപ്പ്. കൈയും കാലുമൊക്കെ മുറിഞ്ഞ് ചോര പൊടിഞ്ഞ ലക്ഷണം കാണാം. കുഞ്ഞനെ കണ്ട ചിണ്ടൻ ഒന്നു നിന്ന് നോക്കി. എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു: നീയായിരുന്നോ? എന്താടാ കാര്യം? കുഞ്ഞൻ: അത് ചിണ്ടൻ: നീ നിന്ന് വിൽക്കാതെ കാര്യം പറയടാ. സണ്ണി: അയാൾ എന്തോ കണ്ട് പേടിച്ച പോലെയുണ്ട്, അതായിരിക്കും വിൽക്കുന്നത്. ചിണ്ടൻ: അല്ല, അവന് ജന്മനാ വിക്കുണ്ട്. സണ്ണി: ആ ബെസ്റ്റ്. അനൂപ്: ശേ, മിണ്ടാതിരിക്കടാ. ചിണ്ടൻ: എന്താടാ കാര്യം പറ. കുഞ്ഞൻ: സണ്ണി: ഞഞ്ഞഞ്ഞ അല്ല, കാര്യം പറ അണ്ണ. കുഞ്ഞൻ: ഞാൻ ആ പാടത്തു കൂടി നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ തീഗോളം എന്റെ തലയ്ക്ക് മുകളിൽ പോയി. സണ്ണി: എന്തോന്ന്? ചിണ്ടൻ: അവൻ മാടനെ ആയിരിക്കും കണ്ടത്. നീ ഇവിടെ ഇരിക്കെ, വാ. ചിണ്ടൻ കുഞ്ഞനെ പിടിച്ച് നിലത്തിരുത്തി. എന്നിട്ട് അകത്തുപോയി കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു. കുഞ്ഞൻ ആർത്തിയോടെ ആ വെള്ളം മുഴുവൻ കുടിച്ചു. ചിണ്ടൻ: നീ നന്നെ പേടിച്ച് എടുത്തു ചാടിയോടിയല്ലേ? കുഞ്ഞൻ: അതെ എന്ന് തലയാട്ടി. ചിണ്ടൻ: അത് നിന്റെ കയ്യും കാലും കണ്ടാലറിയാം. അല്ല, എന്തിനാ ഈ അസമയത്ത് നീ ഇങ്ങോട്ട് വന്നേ, അതും പാടം വഴി? കുഞ്ഞൻ: നേർവഴി വരാൻ പേടിച്ചിട്ടാണ്. ചിണ്ടൻ: അതെന്താ? കുഞ്ഞൻ: ഈ സാറുമാര് താമസിച്ചില്ലേ? അനൂപ്: എന്ത് താമസിച്ചെന്ന്? വിജയ്: മിണ്ടാതിരിക്കടാ. ചിണ്ടൻ: ഏത് ബംഗ്ലാവാണോ? കുഞ്ഞൻ: അതെ. ചിണ്ടൻ: അവിടെ എന്താ? കുഞ്ഞൻ: അവിടെ അന്ന് പോലീസൊക്കെ വന്ന് നിന്നില്ലേ, എന്നിട്ട്? സഞ്ജീവ്: എന്നിട്ട്? കുഞ്ഞൻ: ഇന്ന് കുറച്ചു മുമ്പ് അവിടെ കുറെ വണ്ടികളൊക്കെ വന്നു. സഞ്ജീവ്: വണ്ടികളോ? ആരുടെ വണ്ടികൾ? കുഞ്ഞൻ: സാറേ, ഞാൻ അവിടെ അടുത്തുള്ള തോട്ടത്തിലൊന്ന് പോയതാ. എന്നിട്ട് തിരികെ പോരാൻ നേരമായപ്പോ അവിടേക്ക് കുറെ വണ്ടികൾ വന്നു. കുറച്ച് പെൺകുട്ടികളുടെ കരച്ചിലും വിളിയും ഒക്കെ കേട്ടു അവിടെ നിന്ന്. സഞ്ജീവ്: എന്നിട്ട് നീ അങ്ങോട്ട് പോയി നോക്കിയില്ലേ എന്താണെന്ന്? കുഞ്ഞൻ: ആ ബംഗ്ലാവ് മൊത്തം പ്രേതക്കോട്ടയാണെന്ന് എനിക്കറിയാലോ. ആ ഒരു പേടിയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. ചിണ്ടൻ: നിന്നെ ആരെങ്കിലും കണ്ടോ? കുഞ്ഞൻ: ഇല്ല, എന്നെ ആരും കണ്ടില്ല. സഞ്ജീവ്: ചിണ്ട, ആരായിരിക്കും അത്? ചിണ്ടൻ: അറിയില്ല,
പോലീസ് വന്നിട്ട് പോയ സ്ഥലത്ത് ഇത്രയ്ക്ക് ധൈര്യത്തോടെ വരാൻ ഇനി ഷേർഖാൻ ആയിരിക്കുമോ? സഞ്ജീവ്: അതെ, അവനാകാനേ വഴിയുള്ളൂ. കാരണം അസമയത്ത് വണ്ടികൾ വന്നു എന്ന് പറയുമ്പോൾ. ചിണ്ടൻ: അതെ, ഈ കാടിന്റെ അകത്ത് വരാനും പോകാനും അനുവാദം അവൻ ആരോടും ചോദിക്കേണ്ടതായില്ല. നമുക്കിപ്പോ ഒന്ന് പോയി നോക്കിയാലോ? സഞ്ജീവ്: നിൽക്ക്, പോകാൻ വരട്ടെ. എന്നാലും ഇവൻ കേട്ട ആ പെൺകുട്ടികളുടെ കരച്ചിൽ എന്തായിരിക്കും? അതൊക്കെ ആരായിരിക്കും? ഇത് സഞ്ജീവ് പറഞ്ഞതും വിജയ് സഞ്ജീവിന്റെ തോളിലൊന്ന് പിടിച്ചു. വിജയ്: ഏട്ടാ, ഇനി അത്. സഞ്ജീവ്: നീ വിഷമിക്കാതെ ഇരിക്കേ, നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പൊ പോയാൽ നമ്മൾ എപ്പോ അവിടെ എത്തും? ലുതു: വേണ്ട, ആരും ഈ രാത്രി ഇനി ഇവിടുന്ന് പോകണ്ട. അനൂപ്: അത് ന്യായം. വിവേക്: അതെ, കാരണം മനുഷ്യൻ പേടിച്ച് ചത്തിരിക്കാണ് ഇപ്പോഴേ. വിജയ്: എടാ, നിങ്ങൾ മൂന്നും ഇവളും കൂടെ ഇവിടെ ഇരിക്കേ. ഞാനും സഞ്ജീവേട്ടനും ചിണ്ടനും കൂടി പോയിട്ട് വരാം. വിവേക്: ആ, ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഇനിയും എന്തെങ്കിലും ഇവിടെ ഉണ്ടായാൽ ദേ നിൽക്കുന്ന ഈ മഹത്തായ ബുദ്ധിമാന്റെ മണ്ടത്തരം കാരണം ഞങ്ങൾക്ക് ചാകാൻ വയ്യ. സണ്ണി: എടേ, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. അനൂപ്: ഒന്ന് മതി. അയ്യോ, എന്തിനധികം? ഒരൊറ്റ മണ്ടത്തരം മതി എല്ലാവരും ചത്തൊടുങ്ങാൻ. സണ്ണി: നിങ്ങൾ പറയാതെ ഞാനിനി ഒന്നും ചെയ്യില്ല, പോരെ? ലുതു: നീ ആര്, റോബോ ആണോ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെ നടക്കാൻ? സണ്ണി: എടി, ചളുവടിക്കാതെ എണീറ്റ് പോടി. അനൂപ്: മതി, ഇനി അതിൽ പിടിച്ച് തൂങ്ങിക്കോ രണ്ടും. വിജയ്: ഡേ, ഈ കുഞ്ഞനെ കൂടി ഇവിടെ നിർത്താം, പോരെ? സഞ്ജീവ്: എന്തായാലും ഇവിടെ വരെ ആയി, ഇനി വരുന്ന പോലെ വരട്ടെ. നിങ്ങളെല്ലാവരും ഇനി മുന്നോട്ട് ഒപ്പം നിന്നേ പറ്റൂ. തൽക്കാലം വിജയ് പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങോട്ട് പോകാം. നിങ്ങൾ പുറത്തിറങ്ങേണ്ട, ഇവിടെ ഇരിക്കെ. നിങ്ങൾക്ക് കാവലായിട്ട് ഈ കുഞ്ഞനും ഇരിക്കും. എന്താ കുഞ്ഞാ? കുഞ്ഞൻ: ഞാൻ ഇരിക്കാം സാറേ, കുഴപ്പമില്ല. സഞ്ജീവ്: കണ്ടോ, അവൻ ഇരിക്കാമെന്ന്. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? ലുതു: അല്ല ചേട്ടായി, ഈ രാത്രി നിങ്ങൾ എങ്ങനാ ഇനി പോകുന്നേ? സഞ്ജീവ്: നീ പേടിക്കണ്ട, കാടറിയാവുന്ന ഒരുത്തനാണ് കൂടെയുള്ളത്. അവനെല്ലാം നോക്കിക്കോളും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരു ബാഗും കുടിക്കാൻ വെള്ളവും ഫോണും 2 ടോർച്ച് ലൈറ്റും ഒക്കെയായി സഞ്ജീവ് സെറ്റായി. ഒപ്പം വിജയും. വെട്ടുകത്തിയും മറ്റ് ആയുധങ്ങളുമായി ചിണ്ടനും തയ്യാറായി. അവർ യാത്ര പറഞ്ഞിറങ്ങി വോൾഗാവില്ലിയിലേക്ക് യാത്ര തിരിച്ചു. കൂരിരുട്ട് അവരെ വിഴുങ്ങുന്നത് മറ്റുള്ളവർ വിഷമത്തോടെ നോക്കി നിന്നു. ലുതുഫിയ അവിടെ അകത്ത് ചുവരിൽ ചേർന്നിരുന്നു. അനൂപും വിവേകും പറഞ്ഞു: എടാ, നമുക്ക് ഇറങ്ങി പുറത്തിരിക്കാം, അയാളും അവിടെ ഉണ്ടല്ലോ. അങ്ങനെ സണ്ണിയും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ലുതുഫിയ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ആരോ വന്ന പോലെ തോന്നി. അവൾ ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ സണ്ണി. ലുതുഫിയ: എന്താ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. സണ്ണി: ഓ, ഒന്നുമില്ലേ, ദേ ഇത് തരാൻ വന്നതാ. ലുതു: എന്ത്? സണ്ണി പിറകിൽ മറച്ചു പിടിച്ചിരുന്ന കയ്യെ മുന്നോട്ട് നീട്ടി. അതിൽ ഒരു പുതപ്പായിരുന്നു. സണ്ണി: ഇന്നാ, ഇനി ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങി മഞ്ഞുകൊണ്ട് പനി പിടിപ്പിക്കണ്ട, ഇത് മൂടിക്കോ എന്നും പറഞ്ഞ് ലുതുവിന്റെ കയ്യിൽ ആ പുതപ്പ് വെച്ചു കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തിരികെ എടുത്തിട്ട് പറഞ്ഞു: അല്ലേൽ വേണ്ട, 1 മിനിറ്റ്, ഇതൊന്ന് എടുത്തു കുടഞ്ഞിട്ട് ദേ ഇങ്ങനെ മൂടിത്തരാം. സണ്ണി ആ പുതപ്പ് ലുതുവിനെ പുതപ്പിച്ചു. സണ്ണി: ഇനി നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ. ഇതേ സമയം ഇത് കണ്ടു നിന്ന അനൂപും വിവേകും പുറത്തുനിന്ന് ചോദിച്ചു. അനൂപ്: സണ്ണിയളിയോ, എന്താണ് അവിടെ? വിവേക്: ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഒരു നിക്കാഹ് ബിരിയാണിക്കുള്ള കോള് വല്ലതും ഉണ്ടോ? ഇത് കേട്ട് ലുതു ചിരിച്ചു. സണ്ണി: എടാ, തണുപ്പത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സഹായിക്കാനും സമ്മതിക്കില്ല അല്ലടാ. സദാചാരവാദികളെ ഉടനെ അങ്ങ് തൂക്കിക്കോണം. അനൂപ്: അയ്യടാ പാവം, സഹായിച്ചതാണ്. വിവേക്: അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വാ, ഞങ്ങളും മഞ്ഞത്താണ് നിൽക്കുന്നേ, ഞങ്ങൾക്കും വേണം 2 പുതപ്പ്. സണ്ണി: ആ 2 ചേമ്പില വെട്ടി മറച്ചോ, അതാ നിനക്കൊക്കെ നല്ലത്. സണ്ണി: എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. ലുതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൊയ്ക്കോളാൻ. ഒരു ബമ്പർ ഭാഗ്യക്കുറി കിട്ടിയ സന്തോഷത്തിൽ
ഓടിച്ചാടി സണ്ണി പുറത്തേക്ക് വന്നു. ഒപ്പം ഒരു പാട്ടുമുണ്ടായിരുന്നു. സണ്ണി: കാട്ടുകുഞ്ഞ നീയറിഞ്ഞു തട്ടമിട്ട് പാടി നടക്കും മൊഞ്ചത്തിയായ എൻ്റെ ലുദുവിനെ താലി കെട്ടിക്കൊണ്ടുപോകും. അനൂപ്: ആ നീ കുറെ കൊണ്ടുപോകും. വിവേക്: എന്താടാവേ പ്രേമം തലയ്ക്ക് പിടിച്ച് പ്രാന്തായോ? സണ്ണി: പ്രേമമോ? ആർക്ക്? എനിക്കാ? അയ്യേ, ഞാൻ വെറുതെ പാട്ടും പാടി വന്നതല്ലേ. അനൂപ്: മുഖത്ത് നോക്കി കള്ളം പറയുന്നോ കള്ളപടുവ? സണ്ണി: പ്രേമമൊന്നും അല്ലടാ അണ്ണാ, എന്നാലും ഒരിഷ്ടം. ലാലേട്ടൻ പറഞ്ഞ പോലെ അത് ഇങ്ങനെ അങ്ങനെ അവിടെ അങ്ങ് ഇരുന്നോട്ടെ, ആർക്കും ഒരു ശല്യമാകില്ല. വിവേക്: ഇത്രയും പ്രശ്നം നടക്കുമ്പോഴാണ് അവൻ്റെ ഒരു പ്രേമം കൂടി. അനൂപ്: ആ പോയവരുടെ കാര്യം എന്തായോ ആവോ. അപ്പോൾ മറ്റൊരിടത്ത് ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് സഞ്ജീവും വിജയും ചിണ്ടനും വോൾഗാവില ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ്. മൂടൽമഞ്ഞു മൂടിയ കാലാവസ്ഥ. മുന്നോട്ടുള്ള യാത്ര വളരെ പാടുപെട്ടാണെങ്കിലും അവർ മുന്നേറി. വിജയ്: ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം കൂടി ഉണ്ട് അവിടേക്ക്? ചിണ്ടൻ: നമ്മൾ പോകുന്നത് കുറുക്ക് വഴിയിലൂടെയാണ്, അതുകൊണ്ട് തന്നെ ഇനി അധിക ദൂരമില്ല എന്നാണ് എൻ്റെ കണക്ക്. സഞ്ജീവ്: അവിടെ വന്നത് ആരാണോ അവൻ അവിടം വിടും മുന്നേ നമുക്കവിടെ എത്തണം. വിജയ്: അതെ. ചിണ്ടൻ: നമുക്കിനി ഈ വഴി പോകാം. ഇതിലെ പോയാൽ ആ പള്ളിയുടെ പിറകെയുള്ള സെമിത്തേരി വഴി അപ്പുറത്ത് ചാടി നേരെ ഒരു കുന്നു വരും. അത് കയറി ഇറങ്ങി ചെല്ലുന്നത് ആ ബംഗ്ലാവിന്റെ പിറകിലാണ്. സഞ്ജീവ്: സെമിത്തേരി വഴിയോ? അതും ഈ രാത്രി? വിജയ്: പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? ചിണ്ടൻ: എന്തു പ്രശ്നം? മനസ്സിന്റെ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകാം, വരുന്നത് നേരിടാം. എത്ര വലിയ ധൈര്യശാലിയെ പോലും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു ആ വഴിയിലൂടെയുള്ള യാത്ര. കാലൻ കോഴിയുടെ കൂകിവിളിയും മൂങ്ങയുടെ മൂളലും അപരിചിതമായ ആ വഴിക്ക് ഭീതിയുടെ നിഴൽ അണിയിച്ചുകൊണ്ടിരുന്നു. അവർ പള്ളിയുടെ പിറകിലെ സെമിത്തേരിയിലെത്തി. ജീവന്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്ത് ആകെ 3 ജീവനുകൾ മാത്രം എന്ന് ഭ്രാന്തമായി ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും കയ്യിലെ ടോർച്ച് വെട്ടം തെളിച്ച് അവർ മൂവരും മുന്നോട്ടു പോയി. പെട്ടെന്ന് വിജയുടെ കാൽ ഒരു കുഴിയിൽപ്പെട്ടു. വിജയ്: ചേട്ടായി. ഒന്ന് ഭയന്ന സഞ്ജീവ്: എന്താടാ, എന്തു പറ്റി? വിജയ്: എന്റെ കാല്. സഞ്ജീവ്: എവിടെ, നോക്കട്ടെ. ടോർച്ചടിച്ച് നോക്കിയ സഞ്ജീവിന്റെ കണ്ണിൽ ഇരുട്ട് നിറയുന്നത് പോലെ തോന്നി. കാരണം പാതി അഴുകിയ ഒരു ശവത്തിന്റെ കുഴിയിലാണ് അവന്റെ കാൽ കുടുങ്ങിയത്. ചിണ്ടൻ അപ്പോഴേക്കും ഒരു മരക്കമ്പുമായി വന്ന് അവിടെയെല്ലാം ഒന്ന് കുത്തിയിളക്കി വിജയുടെ കാൽ പുറത്തേക്കെടുത്തു. ചിണ്ടൻ: സൂക്ഷിക്കണം, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. പട്ടിയുടെ ഓരിയിടൽ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. ഭീതി ജനിപ്പിക്കുന്ന ആ പ്രദേശത്തു നിന്നും വേഗത്തിൽ നീങ്ങുവാൻ അവർ ശ്രമിച്ചു. ഒടുവിൽ എങ്ങനെയോ അവർ നടന്ന് അവശരായി ബംഗ്ലാവിന്റെ പിറകിലെത്തി. സഞ്ജീവ് ബാഗിൽ നിന്നും കുടിവെള്ളം എടുത്തു. അവർ 3 പേരും തങ്ങളുടെ ദാഹം മാറ്റി. സഞ്ജീവ്: ഇവിടെയെങ്ങും ആരുമുള്ളതായി തോന്നുന്നില്ലല്ലോ. പറഞ്ഞു തീർന്നതും ഒരു പെൺകുട്ടിയുടെ അലർവിളി ആ പ്രദേശം മുഴുവനും പിടിച്ചു കുലുക്കി. ഒരു ഭൂമി കുലുക്കം എന്ന പോലെ അവരെല്ലാം ഞെട്ടിത്തരിച്ചുപോയി. ആ ഒരു നിമിഷം ആരായിരിക്കും ആ പെൺകുട്ടി? എന്തിനായിരിക്കും അവർ കരയുന്നത്? കുറെ ചോദ്യങ്ങൾ മനസ്സിൽ ഓടിയെത്തിയെങ്കിലും ഒന്നിനും ഉത്തരമില്ലായിരുന്നു. ഒടുവിൽ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ അവർ പുറപ്പെട്ടു. മെല്ലെ മെല്ലെ ആ ചുറ്റുമതിൽ ചാടിക്കടന്ന് അവർ ബംഗ്ലാവിന്റെ വാതിലിന്റെ പിറകിലെത്തി. എന്നിട്ട് സൈഡിലൂടെ മുകളിലത്തെ നിലയിലേക്ക് കയറാൻ പാകത്തിന് നിന്ന മരച്ചില്ലയുടെ കൊമ്പ് വഴി അവർ ഒരു ബാൽക്കണിയിലെത്തി. അവിടെ നിന്നും അവർ ഇടതുവശത്തേക്ക് നീങ്ങി. കാരണം അവർ അടുത്തടുത്ത് ചെല്ലുന്തോറും പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ വളരെ അടുത്ത് കേൾക്കുന്നതായി അനുഭവപ്പെട്ടു. മെല്ലെ അവിടെ നിന്ന് നോക്കിയപ്പോൾ കരച്ചിൽ കേൾക്കുന്ന മുറിയുടെ ജനൽപാളി തുറന്ന സഞ്ജീവ് ആ കാഴ്ച കണ്ടു. ദേഹം മുഴുവൻ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ കൈകൾ കെട്ടിയിരിക്കുന്നു. സഞ്ജീവ് ഒന്നുകൂടെ ആ ജനലിന്റെ വിടവകത്തി നോക്കി. ഒരാൾ ഒരു പെൺകുട്ടിക്ക് അഭിമുഖമായി നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുണ്ട്.
അതിൽ മുള്ളുവേലിയിൽ ഇടുന്നത് പോലെ ഉള്ള കമ്പികൾ വെച്ച് ചുറ്റിവെച്ചേക്കുന്നു. അയാൾ അത് വെച്ചാണ് അവളെ അടിക്കുന്നത്. വേദനയുടെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആ പെൺകുട്ടി. അയാൾ ഒരു കറുത്ത ജാക്കറ്റാണ് ധരിച്ചിരിക്കുന്നത്. ചോര കൊണ്ട് നിറഞ്ഞ് പെൺകുട്ടിയുടെ മുഖം പോലും വ്യക്തമായിരുന്നില്ല. അയാൾ എന്തിനാവും ഇത്ര ക്രൂരമായി അവളെ ഉപദ്രവിക്കുന്നത്? അവർ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു വെടിയൊച്ച മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തരിച്ചു. ആരാണ്, എന്താണ്, ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്നു മാത്രം അറിയാം, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ചുറ്റും ചീഞ്ഞ ചോരയുടെ മണം പരന്നു. വിജയ്: ചേട്ടായി, എന്താ സംഭവിച്ചത്? സഞ്ജീവ്: എടാ, ഒരു പെൺകുട്ടിയെ അവിടെ. ഇത്രയും പറഞ്ഞതും വിജയ് സഞ്ജീവിനെ തള്ളിമാറ്റി അകത്തേക്ക് എത്തി നോക്കി. അപ്പോഴേക്കും അവളുടെ മരണം സംഭവിച്ചിരുന്നു. സഞ്ജീവ്: എടാ, അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്, നീ കണ്ടോ? വിജയ്: ഇല്ല, പക്ഷേ ആ പെൺകുട്ടി മരിച്ചു. ചിണ്ടൻ: നമ്മളിനി എന്തു ചെയ്യും? സഞ്ജീവ്: നിക്ക്, നോക്കാം. എന്താണ് അവന്റെ ഉദ്ദേശം? അവന്റെ കൂടെ എത്ര പേരുണ്ടെന്ന്? ചിണ്ടൻ: മിണ്ടല്ലേ, ദേ ഒരാൾ. ബംഗ്ലാവിന്റെ മുന്നിലേക്കുള്ള വഴിയിലൂടെ ഒരാൾ നടന്നു വരുന്നു. സഞ്ജീവ്: അയാളുടെ തോളിൽ ഇട്ടിരിക്കുന്നതെന്താ? ചിണ്ടൻ: കാട്ടുപന്നിയാ. അതിനെ വെടിവെച്ച ഒച്ചയായിരിക്കും നേരത്തെ കേട്ടത്. വിജയ്: അവന്മാരുടെ ഉദ്ദേശം മനസ്സിലാകുന്നില്ലല്ലോ. സഞ്ജീവ്: നിക്ക്, നോക്കാം, കളി ഏതുവരെ പോകുമെന്ന്. നടന്നു വന്ന ആള് ബംഗ്ലാവിന്റെ മുറ്റത്ത് ആ പന്നിയെ എടുത്തിട്ടു. എന്നിട്ട് ബംഗ്ലാവിന്റെ അകത്തേക്ക് കൈകൂപ്പി നിന്ന് എന്തോ പറഞ്ഞിട്ട് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇരുട്ടിന്റെ മറവിൽ ഓടിമറഞ്ഞു. ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്ന സഞ്ജീവ് പറഞ്ഞു: ഇവിടെ കുറെ വണ്ടിയൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ? ആരെയും കാണാനില്ലല്ലോ. വിജയ്: അത് ശരിയാണല്ലോ ചേട്ടായി. പറഞ്ഞു തീർന്നതും ബംഗ്ലാവിന്റെ ഉള്ളിൽ കറുത്ത ജാക്കറ്റിട്ട് നിന്ന ആ രൂപം ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വെറും കൈയോടെ ആയിരുന്നില്ല അവന്റെ വരവ്. ഇടത് കൈയിൽ ഒരു കോടാലിയും വലതു കൈയിലായി ഒരു ചങ്ങലയും ഉണ്ടായിരുന്നു. ചങ്ങലയുടെ അറ്റത്തായി അവൻ അതിക്രൂരമായി അടിച്ചുകൊന്ന ആ പെൺകുട്ടിയുടെ ജഡവും ഉണ്ടായിരുന്നു. അവൻ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി. ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടെ അവർ നോക്കി നിന്നു. എന്നിട്ട് അവൻ ബംഗ്ലാവിന്റെ വലതുഭാഗത്തുള്ള പുൽമൈതാനം പോലെയുള്ള വഴിയിലൂടെ ദൂരേക്ക് നടന്നു നീങ്ങി. ഇത്തവണ അവർ വിട്ടുകൊടുത്തില്ല. മൂവരും ആ തക്കം നോക്കി ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അകം മുഴുവൻ അരിച്ചുപെറുക്കി. ആരെയും കണ്ടില്ല. അതിന്റെ ഉള്ളിൽ ശൂന്യമായിരുന്നു. ഒന്നും കാണാതെ വന്നപ്പോൾ അവർ മൂവരും ബംഗ്ലാവിന്റെ പുറത്തേക്കിറങ്ങി. ആ ജാക്കറ്റ് ഇട്ടവൻ പോയ അതേ വഴിയിലൂടെ അവനെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. അവർ ആ വഴി നേരെ ചെന്നെത്തിയത് അവർക്ക് മുഖാമുഖമായി നിൽക്കുന്ന ഒരു മരത്തിന്റെ മുന്നിലായിരുന്നു. അവൻ ആ പെൺകുട്ടിയുടെ ജഡത്തെ ആ വലിയ മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. സഞ്ജീവ്: എന്തായിരിക്കും അയാൾ പറയുന്നത്? ചിണ്ടൻ: മനുഷ്യനെ ബലി നൽകുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് അത്. വിജയ്: ഇവൻ എന്തിന് ഇത്ര ക്രൂരത ആ പെണ്ണിനോട് കാണിക്കണം? ചിണ്ടൻ: കന്യകയുടെ ജീവൻ വനദേവതയ്ക്ക് അർപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒന്നാണ് അവൻ ചെയ്യുന്നത്. മന്ത്രങ്ങൾ ഉരുവിട്ട് നിന്ന ആ ഭീമാകാരിയായ രൂപി പെട്ടെന്ന് കയ്യിലെ കോടാലുകൊണ്ട് ആ പെൺകുട്ടിയുടെ ദേഹത്ത് ആഞ്ഞുവെട്ടി. പക തീർക്കുന്ന തരത്തിൽ ഭ്രാന്തമായി വെട്ടിയെടുത്തു ആ ശരീരം. ഇതെല്ലാം അവർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. കണ്ടുനിന്ന് കൺട്രോൾ പോയ വിജയ് കയ്യിൽ കിട്ടിയ ഒരു വടിയും എടുത്തുകൊണ്ട് ആ ഭീകരരൂപിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നെഞ്ചിടിപ്പ് കൂടി ഭയാനകമായ ആ നിമിഷങ്ങൾ ആ തടി കൊണ്ട് അവന്റെ തലയിൽ വിജയ് ശക്തമായി അടിച്ചു. മരകഷ്ണം പൊട്ടിച്ചിതറി. ഒരു നിമിഷം എന്തു ചെയ്യണം എന്നറിയാതെ സഞ്ജീവും ചിണ്ടനും നോക്കി നിന്നു. ഒരു നിമിഷം എല്ലാം നിശ്ചലമായ പോലെ തോന്നി. കൊടും തണുപ്പിലും സിരകളിൽ ഇരച്ചു കയറുന്ന രക്തത്തിന്റെ ചൂട് അറിയാൻ കഴിഞ്ഞു. സഞ്ജീവിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആ ഭീമാകാരിയായ രൂപം നിലംപൊത്തി. ഒരു അടിയോടെ തീർക്കും എന്ന് കരുതിയെങ്കിൽ തെറ്റി. നീ പെൺകുട്ടികളെ ഉപദ്രവിക്കും അല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വിജയ് തലങ്ങനെയും വിലങ്ങനെയും ആ വീണു കിടന്ന ഭീകരരൂപിയെ
അടിച്ചില്ലാതെയാക്കി. സഞ്ജീവ്, ഡാ നിർത്തടാ. ചിണ്ടൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. വിജയ്, ചേട്ടായി കണ്ടതല്ലേ ചേട്ടായി, ഇവൻ ആ പാവം പെൺകുട്ടിയെ. സഞ്ജീവ്, പക വീട്ടാനുള്ളതാണ്. പക്ഷേ വാലും തുമ്പും അറിയാതെ ഇങ്ങനെ പ്രതികരിക്കാൻ നിന്നാൽ ഇവന്റെ കൂട്ടാളികൾ ഇവനെ തേടി വന്ന് നമ്മളെയും കൂടി ഇല്ലാതെയാക്കും. വിജയ്, പേടിയാണോ ചേട്ടായി? ഇവനെ പോലുള്ള ചെറ്റകളെ കാണുമ്പോ നിങ്ങൾക്ക് പേടിയാണോ? വരുന്നവന്മാരെല്ലാം വരട്ടെ. എന്റെ ജീവൻ പോകുന്ന അവസാനത്തെ നിമിഷത്തിലും അതെ, വരുന്നവന്റെ തല അടിച്ചു ഞാൻ പൊട്ടിക്കും. കഴിയുന്ന പരമാവധി പേരെ ഞാൻ കൊല്ലും. സഞ്ജീവ്, അതിനിവിടെ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. വിജയ്, എന്തിനു ചേട്ടായി? ഇതൊക്കെ അങ്ങനെ ആ പോലീസിനെയും കോടതിയെയും അല്പം പേടിയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇവന്മാർ നിങ്ങളെയും എന്റെയും കൺമുമ്പിലിട്ട് ഈ പെൺകുട്ടിയെ പട്ടിയെ കൊല്ലുന്ന പോലെ കൊല്ലുമായിരുന്നോ? നിങ്ങൾ പറയുന്ന പോലീസ്, അവർ ഇവനെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ തെളിവെടുപ്പ്, റിമാൻഡൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ളവന്മാർ ഉള്ള തെളിവ് നശിപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ കണ്ടു നിന്നവരെ മൊത്തം മണ്ടന്മാരാക്കി ഇവൻ തിന്നുകൊഴുത്ത് ഇറങ്ങിപ്പോകും. ഒറ്റ ഒരുത്തനും പ്രതികരിക്കില്ല. കാരണം അവന്റെ ഒന്നും ആരുമല്ലല്ലോ മരിച്ച പെൺകുട്ടി. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ വെറുതെ ഒരു വാചകം പോലെ പടച്ചു വിടുന്നതാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും കൊല്ലം കൊണ്ട് കണ്ടവന്റെയൊക്കെ കാമക്കൂത്തിനിരയായ പെൺകുട്ടികൾക്ക് എന്നേ നീതി ലഭിച്ചേനെ. അത് കോടതി വഴി ആയാലും ശരി, നട്ടലുള്ള നാട്ടുകാരുടെ കൈക്കരുത്ത് വഴി ആയാലും ശരി. സഞ്ജീവ്, എടാ നിന്റെ ഫീലിംഗ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നമ്മളിപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. നീയത് മനസ്സിലാക്കി നിൽക്ക്. ചിണ്ടൻ, ആരോ വരുന്നുണ്ട്. അടിച്ചിട്ടവന്റെ മുഖം പോലും ഒന്ന് നേരെ നോക്കാൻ കഴിയാതെ അവർ മൂവരും കൂടി അടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറി. നോക്കിയപ്പോഴുണ്ട് ആരോ ഒരാൾ ഇരുട്ടിൽ ഒരു പുകമര പോലെ വന്ന് പാതി മയക്കത്തിൽ കിടന്ന ആ ഭീകരരൂപിയെ കഴുത്തിൽ പിടിച്ചു വായുവിലേക്ക് ഉയർത്തി. അടുത്തുനിന്ന ആ മരത്തിൽ ശക്തിയായി ചേർത്തിടിച്ചു. എന്നിട്ട് 8 ദിക്കും പൊട്ടുമാറുച്ചത്തിൽ ഒരു അലർച്ചയോടെ ആ പുകമറയിൽ നിന്ന് 2 കൈകൾ ആ ഭീകരരൂപിയെ 2ആയി വലിച്ചു കീറി. ആ സമയം അവിടെയെങ്ങും ഭ്രാന്തമായ കാറ്റ് ആഞ്ഞു വീശി. എന്താണെന്ന് മനസ്സിലാകാതെ അവർ 3 പേരും പരസ്പരം നോക്കി. പെട്ടെന്ന് ആരൊക്കെയോ അവിടേക്ക് ഓടി വന്നു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആ പുകമറ പെട്ടെന്ന് മാഞ്ഞുപോയി. വന്നവർ തങ്ങളുടെ കൂട്ടാളിയുടെ മൃതശരീരം നോക്കി പരിശോധിച്ചു. എന്നിട്ട് വേഗം ആ ശരീരവും പെൺകുട്ടിയുടെ ശരീരവും എടുത്തുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി. ഇതെല്ലാം കണ്ട് ആകെ തളർന്നു പോയിരുന്നു സഞ്ജീവ്. തലയിലിരുന്ന തന്റെ തൊപ്പിയെടുത്ത് തറയിലിട്ടിട്ട് 2 കൈകൾ കൊണ്ട് മുഖം കുറച്ചു നേരത്തേക്ക് പൊത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ചിണ്ട, വാ പോകാൻ നമുക്ക്. വിജയ്, ചേട്ടായി മാപ്പ്, ഞാൻ. സഞ്ജീവ്, ഹേയ് സാരമില്ല, ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കണ്ട കാഴ്ച അതെന്തായിരുന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. ചിണ്ടൻ, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. അങ്ങനെ പാതി മുറിഞ്ഞു പോയ പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കാൻ കഴിയാതെ അവർ അവിടെ നിന്ന് തിരികെ കുടിലിലേക്ക് യാത്ര തിരിച്ചു. നടന്നു നടന്ന് അവർ ഒരു 6 മുറിച്ചു കടന്നു പോകേണ്ടതുപോലെയുള്ള ഒരു സ്ഥലത്തെത്തി. മൂവരും നന്നേ ക്ഷീണിച്ചു പോയിരുന്നു. അവർ അല്പനേരം അവിടെ കണ്ട പാറക്കെട്ടുകളിൽ കയറിയിരുന്നു. വിജയ്, എന്തായിരിക്കും നമ്മൾ കണ്ട കാഴ്ച? സഞ്ജീവ്, എനിക്കൊട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ചിണ്ടൻ, ആ ബംഗ്ലാവിൽ പ്രേതശല്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. എനിക്ക് മനസ്സിലായത് വേണേൽ ഞാൻ പറയാം. ആ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലം പണ്ട് യക്ഷിപ്പനക്കുന്ന് എന്നറിയപ്പെട്ടിരുന്നു. ആദിവാസി വർഗത്തിൽപ്പെട്ട വിശ്വേന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു. ആദിവാസി വർഗമാണെങ്കിലും അയാൾ ആ കാട്ടിൽ നായാട്ടിനു വന്ന വിശ്വസേനൻ എന്ന രാജാവിന്റെ മകനായിരുന്നു. ഒരിക്കൽ നായാട്ടിനു വന്ന അയാൾ ആദിവാസി യുവതിക്ക് നൽകിയ സമ്മാനം. ജനിച്ചപ്പോൾ മുതൽ അവൻ ഒരുപാട് അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും അവന്റെ മുഖ ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. വഴിപിഴച്ചു പ്രസവിച്ച അവന്റെ അമ്മ അവന്റെ ജനനത്തോടെ മരിച്ചുപോയി. ഒടുവിൽ അന്ന് ഈ വനപ്രദേശത്ത് സർവം ഭഗവാനിൽ അർപ്പിച്ചു ജീവിച്ചിരുന്ന മഹാമാന്ത്രികനും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിട്ട് നിന്നവനുമായ സ്വാമി സത്യചൈതന്യയുടെ ശിക്ഷണത്തിലാണ് വളർന്നു വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഗുണം പോലും അവന് ലഭിച്ചിരുന്നില്ല. അന്നത്തെ ഉൾവനത്തിൽ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ
കാളി പൂജ വരെ പേരുകേട്ട ഒന്നായിരുന്നു. അതിനു വർഷങ്ങളായി മുടങ്ങാതെ ആദിവാസിയൂരിന്റെ മൂപ്പന്റെ തലമുറകളാണ് ആ പൂജയുടെ കന്നിവിളക്ക് തെളിയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പലതവണ ശ്രമിച്ചിട്ടും വിശ്വേന്ദ്രന് ആ വിളക്ക് തെളിയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എല്ലാ പ്രാവശ്യവും അവൻ ശ്രമിക്കും അതിനായി. പക്ഷേ അവസാനം ഊരുവിലക്കിയവളുടെ മകന്റെ ആ ആഗ്രഹം സഫലമായിരുന്നില്ല. ഒടുവിൽ അവന്റെ ഉള്ളിലെ മൃഗമുണർന്നു. അവൻ ആദ്യം സത്യചൈതന്യയെ കൊന്നു. പിന്നീട് സ്വാമികൾ പുറപ്പെട്ടുപോയി എന്നും അവനാണ് ഇനി ആശ്രമ കാര്യങ്ങൾ നോക്കുന്നത് എന്നും ബാക്കിയുള്ളവരെ പറഞ്ഞു ധരിപ്പിച്ചു. ഒടുവിൽ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ അവൻ കാളിദേവിക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചു. കൂടാതെ ദേവീപ്രീതിക്കായി ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു കബളിപ്പിച്ചുകൊണ്ട് അവിടെ ബലി നടത്തി. ആ കുട്ടി മരിച്ചു. 16-ാം പക്കം അവനും മരണപ്പെട്ടു. തുടർന്ന് ആ പ്രദേശത്ത് ദുർമരണങ്ങൾ പതിവായി. വിജയ്: എന്നിട്ട് അവസാനം മേൽപ്പത്തൂർ മേപ്പാടൻ വന്ന് യക്ഷിയെ തളച്ച്. ഒന്ന് നിർത്തുവായി. യക്ഷി കോപ്പ്. ഇതുപോലെ ഒരു കഥ വന്നപ്പോഴും കേട്ടു. ഒരു ഫാമിലി മൊത്തം പടമായ കഥ. അമ്മാതിരി പ്രേതമുണ്ടെങ്കിൽ നമ്മൾ ഈ ഷേർഖാനെയൊക്കെ തപ്പി വരേണ്ട കാര്യമുണ്ടോ? സഞ്ജീവ്: മിണ്ടാതിരിക്കടാ. എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. നീയായിട്ട് അത് ബഹുമാനിക്കാതെ ഇരിക്കരുത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സത്യം അതൊന്നേ കാണൂ. നമ്മൾ തേടുന്നതും അതുതന്നെയാണ്. ആരൊക്കെ എത്രയൊക്കെ മൂടിവെച്ചാലും അതൊരു നാൾ പുറത്തു വരും. ഇല്ലേൽ പുറത്തു കൊണ്ടുവരും. പറഞ്ഞു തീർന്നതും ഒരു വലിയ മരം കടപുഴകി ചിണ്ടനിരുന്ന ഭാഗത്തേക്ക് വീണു. ഇരുട്ടിന്റെ മറവിൽ മഞ്ഞിന്റെ കൂട്ടുപിടിച്ച് ചോരയുടെ കഥകൾ ബാക്കിയാക്കി ഒരു വലിയ നിഴൽ രൂപം അവരെ നോക്കി ഉൾക്കാട്ടിൽ നിൽപ്പുണ്ടായിരുന്നു.